വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാചുബാധിതനായ തൻ്റെ മകനെ സൗഖ്യപ്പെടാൻ വേണ്ടി ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു പിതാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. പക്ഷേ ആ പിതാവ് പറയുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാര് ഇവരെ ബഹിഷ്കരിക്കാൻ നോക്കി, പക്ഷെ അവർക്ക് സാധിച്ചില്ല. അതായത് ഈശോ ഇല്ലാഞ്ഞതുകൊണ്ട് ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു, പക്ഷെ അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും ഈ പിതാവും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം ആദ്യം തന്നെ, പക്ഷെ അയാളുടെ അർത്ഥനകൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. അതായത് ഒരു തരത്തിലുള്ള മറുപടിയും ദൈവത്തിൽ നിന്ന് ദീർഘകാലമായി കിട്ടുന്നില്ല. പക്ഷേ അയാൾ നിരാശപ്പെടുന്നില്ല. ഈ പിതാവ് നമുക്ക് നല്ലൊരു മാതൃക തരുന്നുണ്ട്. കാരണം പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് തിരിച്ചു പോകരുത്. നമ്മൾ കാത്തിരിക്കണം, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ നമ്മുടെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.